നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിന് തെക്ക് ഭാഗത്തെ ഹൈലെവൽ കനാലിൽ രൂപപ്പെട്ട മൺതിട്ട ഭീഷണിയാകുന്നു. SNDP യോഗം കയ്പമംഗലം ബീച്ച് ശാഖ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ ആദരിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിന് തെക്ക് ഭാഗത്തെ ഹൈലെവൽ കനാലിൽ രൂപപ്പെട്ട മൺതിട്ട പ്രദേശത്ത് ശക്തമായ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് ആശങ്ക. ശക്തമായ തുടർ മഴകൾ പെയ്താൽ പുള്ള്, അന്തിക്കാട്, കോൾപാടശേഖരങ്ങളിൽ നിന്നും മറ്റും KLDC കനാലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഹൈലെവൽ കനാലിലെ കൂറ്റൻ മൺതിട്ടയിൽ തടഞ്ഞ് കെട്ടിക്കിടക്കുമെന്നും ഇതുമൂലം മണലൂർ പഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലകപ്പെടുമെന്നും പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ജനാർദ്ദനൻ മണ്ണുമ്മൽ പറയുന്നു. KLDC കനാൽ വഴി ഇതിലെ വരുന്ന വെള്ളം ഇവിടെ പെരുമ്പുഴ കൂടി ഏനാമാവ് റെഗുലേഷൻ ഷട്ടർ വഴിയാണ് വെള്ളം കടന്നു പോകുന്നത്. പക്ഷേ ഇവിടെ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെരുമ്പുഴ 2ാം പാലത്തിൻ്റെ തെക്കേ സൈഡിൽ മല പോലെയാണ് മണൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അത് മൂലം തെക്ക് നിന്ന് വരുന്ന വെള്ളങ്ങൾ ഇവിടെ പൊന്തുകയും സമീപ പ്രദേശങ്ങളുമായ 7ാം വാർഡ്, മണലൂർ പഞ്ചായത്തിലെ 7ാം വാർഡും 5ാം വാർഡും 6ാം വാർഡും ഒക്കെ ഒഴുങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം പോകുകയും അതേപോലെ തന്നെ ഈ പരിസരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറി വളരെയധികം ദയനീയമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. അത് മുൻകാലങ്ങളിലുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് അടിയന്തരമായി KLDC അടിയന്തരമായി തന്നെ നടപടിയെടുത്ത് ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് വെള്ളത്തിന് സുഗമമായി ഒഴുകുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ നീക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുക. ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ KLDC അടിയന്തരമായി ഇടപെടണമെന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏങ്ങണ്ടിയൂരിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. നിയുക്ത ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ ഭരണസമിതിയെയും ജീവനക്കാരെയും ഞാൻ ഊഷ്മളമായി അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം അവരിങ്ങനെ ഒരു വിപണിയിൽ ഇടപെട്ടതുകൊണ്ട് നമുക്ക് കുറഞ്ഞ തുകക്ക് പുസ്തകങ്ങളും ബാഗും കുടയും എല്ലാം ലഭിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനം ശ്ലാഘനീയമാണ്. സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പലരും അപവാദങ്ങൾ പറയാൻ അതിനെക്കുറിച്ച് 4 മണിക്കൂർ പ്രസംഗിക്കാനൊക്കെ ആളുണ്ടാവും. പക്ഷേ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ദേശീയപാതയുടെ ഒരു റീച്ച് പണിയണത് ഒരു സഹകരണ പ്രസ്ഥാനമാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏറ്റവും ആദ്യമായി ഒരു റീച്ച് പണിത് നാടിന് സമർപ്പിച്ചത്. നമ്മുടെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന റീച്ച്. റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സേവ്യർ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ആദ്യ വിൽപ്പന തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ കാര്യാട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീല ഷബീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB സുധ, ഏങ്ങണ്ടിയൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഉത്തമൻ, MA ഹാരിസ് ബാബു, ഹെഡ് ഓഫീസ് മാനേജർ TA ജയലക്ഷ്മി, ബ്രാഞ്ച് മാനേജർ M ബിഷിൻഷി, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, ഡയറക്ടർ ദിവ്യ ലിജേഷ് എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 50% വരെ യഥാർത്ഥ വിലക്കുറവിലാണ് റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വലപ്പാട് ഹെഡ് ഓഫീസ്, പെരിഞ്ഞനം, ചിന്ത്രാപ്പിന്നി എന്നിവിടങ്ങളിലും റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എടമുട്ടം എളവാരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷികാഘോഷം നടന്നു. കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്ര ഹാളിൽ നടന്ന വാർഷികാഘോഷം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ്
അസോസിയേഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദിനേശ് മാഷയുടെ നേതൃത്വം അതിനുണ്ട് എന്ന് പറയുമ്പോൾ ദിനേശ് മാഷ അതുപോലുള്ള മറ്റ് നല്ല ഡൈനാമിക്കായുള്ള നേതൃത്വമുള്ള ഒരു റെസിഡൻസ് അസോസിയേഷന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ പഴയ കാലം നമുക്കെന്നും ഒരു സ്വപ്നം തന്നെയാണ്. മാഷോടെ നേരത്തെ പറഞ്ഞ് 25 പേരടങ്ങുന്ന ഒരു കുടുംബം ഞാൻ ആലോചിക്കായിരുന്നു. ആ 25 പേരുടെ കൂട്ടുകുടുംബത്തെ കുറിച്ച് മാഷ പറഞ്ഞ് ഞാൻ ആലോചിക്കായിരുന്നു. എന്തിരുന്നില്ല കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ടാണ് ഈ മൊബൈലിലെ 21ാം നൂറ്റാണ്ടിൽ AI കാലം അല്ലേ, AI കാലത്തിലേക്ക് നമ്മളെത്തി, അണുകുടുംബത്തിലേക്ക് എത്തി. അപ്പം അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്, ആധുനിക സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ വസ്തുത ശരി തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് എല്ലാ ജാതിക്കും മതത്തിനും പൊളിറ്റിക്സിനും എല്ലാത്തിനും അപ്പുറത്ത് നമ്മളെല്ലാവരും ഒന്നായി കാണുന്ന ഈ ഒരു വേദി കാണുമ്പോൾ ഇതിനേക്കാൾ അഭിമാനകരമായിട്ട് എനിക്ക് വേറൊന്നുമില്ല. അത്രയും ഗംഭീരമായിരിക്കുന്ന ഈ വേദി. ആ രീതിയിലാണ് ഈ പ്രവർത്തനം കാണുന്നത്. നാനാതരത്തിലുള്ള നാനാ മതസ്ഥരായ ആളുകൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ പോയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഈ വാളയാർ അതിർത്തി കഴിഞ്ഞാൽ നമുക്കിതേപോലെ എല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് അതിന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും നേട്ടം. ഒരാളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. എളവാരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് MP ദിനേശൻ അധ്യക്ഷനായി. തൃപ്പയാർ കപിലാശ്രമം സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, കരയാമുട്ടം ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് റാഫി ഫൈസി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജിതിൻ റാം, എളവാരം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ BC, വാഴപ്പള്ളി ക്ഷേത്രം പ്രസിഡന്റ് BU ഉണ്ണികൃഷ്ണൻ, അശ്വതി, ഷൺജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടന്നു. ലയൺസ് ഇന്റർനാഷണൽ 318Dയുടെ 2026-27 വർഷത്തേക്ക് റീജിയൻ ചെയർപേഴ്സണായി വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് സീനിയർ മെമ്പറായ പീതാംബരൻ രാരംഭത്തിനെ നിയമിച്ചു. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബിന് പുറമെ ഏങ്ങണ്ടിയൂർ, വെങ്കിടങ്ങ്, തളിക്കുളം, കാഞ്ഞാണി, നാട്ടിക, കാഞ്ഞാണി സെൻട്രൽ എന്നീ ക്ലബ്ബുകൾ ഉൾപ്പെട്ടതാണ് റീജിയൻ. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. SNDP യോഗം കയ്പമംഗലം ബീച്ച് ശാഖ കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ദർശനാഥ് ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇതുപോലെ ഒരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ 7ാമത്തെ ക്യാമ്പ് സംഘടിപ്പിച്ച ഒരു ശാഖ നമ്മുടെ ഈ ബീച്ച് ശാഖ തന്നെയാണ്. ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിചരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശാഖാതലത്തിൽ നടത്തുന്നു എന്നറിയാൻ കഴിഞ്ഞതിലും അതോടൊപ്പം പങ്കുചേരാൻ പറ്റുന്നതിലൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ക്യാമ്പ് സൽമാൻ പറഞ്ഞത് ഏകദേശം ഒരു 100ഓളം പേരെങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പലർക്കും ഈ കണ്ണുമായി ബന്ധപ്പെട്ട് അസുഖമുള്ളത് അറിയില്ല, എങ്കിലും അത് പരിശോധിച്ചെങ്കിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പവറും അതുപോലെ തന്നെ കാഴ്ചക്കുറവും ഇതിനും എല്ലാം ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഒരു നേതൃത്വത്തിൽ, ശാഖയുടെ നേതൃത്വത്തിൽ ശാഖാ പ്രസിഡന്റ് KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുധീപ് കുമാർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രജിത മനോജ്, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ഒപ്റ്റോമെട്രിസ്റ്റ് MS അതുൽകൃഷ്ണ, കൗൺസിലർമാരായ KP വിഷ്ണു, P ആദർശ്, ശാഖാ സെക്രട്ടറി KV രമേശ്, വൈസ് പ്രസിഡന്റ് PV അനിൽ, വനിതാ സംഘം പ്രസിഡന്റ് റീന അനിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിയുടെ ഭാഗമായി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ സംഗീത കളരി സംഘടിപ്പിച്ചു.
കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. സംഗീതാധ്യാപിക ചന്ദ്രമതി വിദ്യാധരൻ ക്ലാസ് നയിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KA കൊച്ചുമോൻ, TN അജയകുമാർ, സതീഷ് കുമാർ വിശാഖപട്ടണം, MM പ്രതാപൻ, KK കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ അനുമോദിച്ചു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സീനിയർ സിസ്റ്റർ സ്മൃതി സണ്ണിയെ ഷാൾ അണിയിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ ചെയർമാൻ ആൻഡോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോവിഡ് കാലഘട്ടത്തിൽ തന്നെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് തന്നെ നമുക്കറിയാം, നമ്മളെപ്പോഴും വരുന്ന ആരും പുറത്തിറങ്ങാത്തൊരു സമയത്തും ഏറ്റവും കൂടുതൽ സന്നദ്ധമായിട്ട് ഇറങ്ങി നമ്മുടെ ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ കൊടുക്കാനായിട്ട് മുതിർന്ന നഴ്സുമാരാണ്, അതുപോലെ ഡോക്ടർമാരും. അപ്പോൾ അവരെയൊക്കെ ഈ ഓർക്കുകയും ഈ ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരുന്നത്. സെക്രട്ടറി ബാബു വടക്കൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനി തമ്പി, ട്രഷറർ ജോഷി ആലപ്പാട്ട്, നഴ്സുമാരായ ശ്രീദേവി MN, ആദിത്യൻ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും ഉണ്ടായിരുന്നു. അവരെ ആദരിക്കാനുള്ള സന്മനസ് കാണിച്ച സൗഹൃദ ക്ലബിന്റെ എല്ലാ മെമ്പർമാർക്കും ആദ്യം തന്നെ രാത്രിയും പകലും ഇല്ലാതെ രോഗികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നഴ്സുമാർക്ക് പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് അവർക്ക് ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ ഒന്നും കൂടെ ശ്രദ്ധിക്കണം എന്നും കൂടെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കലും കൂടെ ആശംസകൾ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇല്ലായിരുന്നെങ്കിൽ നഴ്സുമാർക്ക് ഇതുപോലെ ഒരു പ്രൊഫഷനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ കുറേ നഴ്സുമാർ അങ്ങനെ ഒരു രീതിയിൽ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ പാത പിന്തുടർന്ന് ഈ മേഖലയിലേക്ക് വന്നവരാണ് ഞങ്ങൾ. ഇന്നത്തെ നഴ്സസ് ഡേയുടെ തീം തന്നെ എംപവർ നഴ്സസ് ഫോർ ഫ്യൂച്ചർ ലൈഫ് എന്നുള്ളതാണ്. എംപവർ ചെയ്യാന്ന് പറഞ്ഞാൽ നഴ്സുമാരെ സപ്പോർട്ട് ചെയ്താൽ അവർ ലൈഫ് സേവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനൊരു എംപവർമെൻ്റായി വന്ന സൗഹൃദ ഫൗണ്ടേഷന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ആലപ്പാട് വർക്ക് ചെയ്യുന്നവരുടെയും മുഴുവൻ നഴ്സുമാരുടെയും നന്ദി. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിന് തെക്ക് ഭാഗത്തെ ഹൈലെവൽ കനാലിൽ രൂപപ്പെട്ട മൺതിട്ട ഭീഷണിയാകുന്നു. SNDP യോഗം കയ്പമംഗലം ബീച്ച് ശാഖ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.